തൃത്താലൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് നമുക്കൊപ്പമുള്ളത്. മാഷേ നമസ്കാരം. അപ്പൊ തെരഞ്ഞെടുപ്പിലെ ചൂടിലാണല്ലോ ഇപ്പൊ നാടും നഗരമൊക്കെ. നമ്മുടെ തൃത്താലയിലെ തെരഞ്ഞെടുപ്പ് പ്രകടനം എവിടെയായി? തൃത്താലയിൽ ഞാൻ നാളെ മുതൽ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി തൃത്താലയിൽ പര്യടനം നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് തൃത്താലയും മാറാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങളുടെ കൺവെൻഷൻ കൂറ്റനാട് നടന്നിരുന്നു. ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റു രണ്ടു കൂട്ടരും നടത്തിയ കൺവെൻഷനേക്കാൾ കവച്ചു വെക്കുന്ന രീതിയിൽ 2000-ഓളം പേരാണ് ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നുള്ളത്. കഴിഞ്ഞ 5 വർഷമായി മന്ത്രിയാണ്, CPM-ൻ്റെ മന്ത്രിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതിന് തൊട്ടു മുമ്പ് കോൺഗ്രസിൻ്റെ MLA ആണ് ഇതിനെ പ്രതിനിധാനം ചെയ്തത്. 10 വർഷം, 5 വർഷം LDF-നെയും 5 വർഷം UDF-നെയും ഇവർ പരീക്ഷിച്ചു. പക്ഷേ തൃത്താലയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. കുടിവെള്ള പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമുള്ള പാവപ്പെട്ടവർ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ വീടുകളില്ല. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ വികസനമില്ല, ജലസേചന സൗകര്യങ്ങളില്ല. അങ്ങനെ വളരെ നിരാശരായ ഒരു ജനതയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് നരേന്ദ്രമോദിയുടെ ധാരാളം നേട്ടങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിലും ഓരോ വീടുകളും എത്തിയ ഒരു സാഹചര്യം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൃത്താലയിൽ വലിയ കേരളം എങ്ങനെയാണോ മാറിയത്, അതുപോലെ തൃത്താലയും മാറ്റത്തിന് തയ്യാറെടുക്കുന്ന സൂചനയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. തൃത്താലയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചല്ലോ, തൃത്താലയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അതിന് കാരണവും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 5 വർഷം ഒരു കോൺഗ്രസിനെ പരീക്ഷിച്ചു, 5 വർഷം CPM-നെ പരീക്ഷിച്ചു. പക്ഷേ തൃത്താലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കുടിവെള്ള പ്രശ്നം. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാനൊരു പരിശ്രമം നടന്നു. പക്ഷേ തൃത്താലയിൽ ഇന്നും കുടിവെള്ളം കിട്ടാത്ത നിരവധി 17,000-ഓളം കുടുംബങ്ങളിൽ കുടിവെള്ളം ഇതുവരെ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രി, അതിനു മുൻപ് VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്ത ഹാബിറ്റാറ്റ് എന്ന കമ്പനിക്ക് നൽകിയ നിരവധി കെട്ടിടങ്ങളുണ്ട്. വലിയ അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത്. ആ കെട്ടിടങ്ങളെല്ലാം പണി പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അതിന്റെ അപ്രോച്ച് റോഡ് ഇല്ല, അതൊന്നുമില്ല, ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടന മഹാമഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിന്റെ തൃത്താല അറിയപ്പെടുന്ന മഹാകവി അക്കിത്തത്തിന്റെ പേരിലാണ്. മഹാകവിയാണ്, തൃത്താലയുടെ അഭിമാനമാണ്. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയാൻ വേണ്ടി 5 കോടി രൂപ ഗവൺമെന്റ് വകയിരുത്തി എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ 100ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലും പോയിരുന്നു. ആ തറവാട്ട് വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഒരു പരിവർത്തനം ഉണ്ടാക്കിയിട്ടില്ല. ആ വീട് സ്മാരകമാക്കുമെന്ന് പറഞ്ഞു, അവിടെ സാംസ്കാരിക നിലയം പണിതു എന്ന് പറഞ്ഞു. അതൊന്നും ചെയ്തില്ല. വാര്യംകുന്നന് സ്മാരകം പണിഞ്ഞവരാണ് ഇവർ. മഹാകവി അക്കിത്തത്തിന് സ്മാരകം പണിയാൻ അവർ തയ്യാറായിട്ടില്ല. വളരെ വലിയ പ്രതിഷേധം അതിൽ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. പാക്കനാരുടെ നാടാണ് തൃത്താല. പാക്കനാരുടെ സ്ഥലം പോയി നോക്കുമ്പോൾ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. പാക്കനാർക്ക് സ്മാരകം പണിയാനോ അതിനെ പുനരുദ്ധരിക്കാനോ സാധിച്ചിട്ടില്ല. എന്ത് വികസനമാണ് ഇവർ ചെയ്യുന്നത്? ഒരു തരത്തിലുള്ള വികസനവും. ഞാനിപ്പോൾ ഗ്രാമീണ റോഡുകളിൽ യാത്ര ചെയ്യാം. ആ ഗ്രാമീണ റോഡുകളിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ ദുരിതം മനസ്സിലാവുന്നത്. ഒരു റോഡും ഒരു തരത്തിലും പുരോഗതി കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ തൃത്താലയുടെ വികസന സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാനോ തൃത്താലയുടെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനോ ഇവിടെ MLA ആയിട്ടുള്ളതും മന്ത്രിയായിട്ടുള്ള 2 മുന്നണികളും സാധിച്ചില്ല. ആ തിരിച്ചറിവ് ജനങ്ങൾ ഒരു പ്രതിഷേധമായി, ജനാധിപത്യത്തിൽ ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ട് ബാലറ്റ് എന്ന് പറയാം, ഇതിന് കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 9-ാം തീയതി അവൻ കാത്തിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, എന്തൊക്കെ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും തൃത്താല ഒരു കാർഷിക സമൃദ്ധമായ പ്രദേശമാണ്. തൃത്താലയിലെ ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ലഭിക്കുന്നില്ല. സപ്ലൈക്കോ അവരുടെ നെല്ലൊന്നും എടുക്കുന്നില്ല. ഇടനിലക്കാരൻ കൊണ്ടുപോയി ആ നെല്ല് വിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇടനിലക്കാരന് കമ്മീഷൻ കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ സപ്ലൈക്കോ എന്തുകൊണ്ടാണ് നെല്ല് സംഭരണം നടത്താത്തത്? NDA ജയിച്ചു കഴിഞ്ഞാൽ ഈ തൃത്താല നിയോജകമണ്ഡലത്തിൻ്റെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. കർഷകരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കും. ജലസേചന സൗകര്യമുണ്ട്, ഒരു കായലുണ്ട്, പട്ടിത്തറയിലൂടെയും അതുപോലെ തന്നെ തൃത്താലയിലൂടെയൊക്കെ ഒഴുകുന്ന വട്ടത്താണി വഴി ഒഴുകുന്ന ഒരു കായലുണ്ട്. ആ കായൽ സമൃദ്ധമാണ്. ആ കായലിൽ നിന്നും ജലസേചന സൗകര്യം പ്രയോജനപ്പെടുത്തി ഈ തൃത്താലയിലെ കാർഷിക മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക വികസനം നൽകാൻ വേണ്ടി ഈ ഇവിടുത്തെ മന്ത്രിക്കും ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവും ഉണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ്. ആ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തൃത്താലയിൽ കൃഷിക്കാർക്ക് ആവശ്യമായ യാതൊരു അധികാരത്തിൽ വന്ന് ഞങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാർഷിക മേഖലയുടെ കാർഷികരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാകും. മറ്റൊരു കാര്യമുണ്ട്, ഒരു കാര്യം 100% ഉറപ്പുവരുത്. മഹാകവി അക്കിത്തത്തിൻ്റെ സ്മാരകം ഈ മണ്ഡലത്തിലെ MLA ആയിക്കഴിഞ്ഞാൽ
ആ നിമിഷം അതിനാവശ്യമായ പദ്ധതികൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ആ ഒരു അക്കിത്തത്തിന് സ്മാരകം പണിയാനുണ്ട്. പാക്കനാരുടെ സ്മാരകവും അതുമായി ബന്ധപ്പെട്ട് പണിത് ഉണ്ടാക്കും. യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ആവശ്യമായ നിരവധി സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങളും തുടങ്ങും. മഹിളാ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം നൽകും. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന, സാധാരണക്കാരൻ നൽകുന്ന എല്ലാ പദ്ധതികളും ഓരോ വീട്ടിലും എത്തിക്കാനുള്ള കാര്യങ്ങളും NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മാത്രമല്ല, തൃത്താല എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക ഭൂമിക വളരെ വലുതാണ്. മേഴത്തൂർ, അതുപോലെ തന്നെ അക്കിത്തത്തിൻ്റെ, പാക്കനാരുടെയൊക്കെ മണ്ണ് എന്നൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ആ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ടൂറിസത്തിന് ധാരാളം സാധ്യതയുള്ള പ്രദേശമാണ്. ആ ടൂറിസത്തിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടേ ഇല്ല. നിരവധി ടൂറിസ്റ്റുകൾക്ക് തൃത്താല വരാൻ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരല്ല LDFും UDFും തൃത്താലയിലെ ജനങ്ങൾ ഇത്രയും കാലം വോട്ടുകുത്തി യന്ത്രങ്ങളാണ് ആയിട്ടാണ് കണ്ടത്. കഴിഞ്ഞ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത്തവണ കേരളത്തിലെ 24-ൽ തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥാനത്തൊന്നും MP-യും കേന്ദ്രമന്ത്രിയും ഉണ്ടായി. തിരുവനന്തപുരത്ത് തലസ്ഥാനം, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറുണ്ടായി. ഇത്തവണ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നത്, ഇത്തവണ NDA ജയിക്കും, BJP ജയിക്കും, നിങ്ങൾ തൃശ്ശൂർ ജയിച്ചില്ലേ, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചില്ലേ. അനിവാര്യമായ മാറ്റത്തിന് അനിഷേധ്യമായ ബദലായി NDA ഉയർന്നു വന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇത്തവണ NDAക്ക് എങ്ങനെയാണോ തൃശ്ശൂർ മാറിയത്, എങ്ങനെയാണോ തിരുവനന്തപുരം മാറിയത്, അതേ രീതിയിൽ തൃത്താലയും മാറ്റാൻ വേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. തൃത്താലയിലെ ജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വലിയ പദ്ധതി തന്നെ, ഒരു വികസന രൂപരേഖ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തൃത്താല മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മത്സര രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്.